നിങ്ങൾ എപ്പോഴാ ഞമ്മളെ കൊണ്ടുപോകാൻ വരണേ? അത് പറയാനല്ല ഞമ്മള് വിളിച്ചത്. ഈ വരുന്ന തിങ്കളാഴ്ച പുലർച്ചക്ക് ഞമ്മളെത്തും ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹ് റബ്ബേ, ഇന്റെ ദുആ കേട്ട് വരുമ്പോ 2 കുപ്പി കൊണ്ടുവരണേ. കുപ്പിയോ? അപ്പൊ ഈ കുടിയും തുടങ്ങിയോ? ആ കുപ്പി അല്ലാന്ന് സ്പ്രേ, മണല്ല ഈ അടിക്കണ സാധനം. ഓ സ്പ്രേ ഞമ്മള് മേടിച്ചില്ലേ, അത് ഞമ്മളേറ്റത്. ഓ ആയിക്കോട്ടെ, തിങ്കളാഴ്ച പൊലച്ചക്ക് തന്നെ ഞമ്മള് എയർപോർട്ടിൽ ഉണ്ടാവും. ആ അത് പറയാനാ വിളിച്ചത്. ഈ എന്റെ ആങ്ങളമാരെയും കൂട്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കലണ്ടി. പിന്നെ സുക്കൂറിനോടും അവന്റെ ചെങ്ങായിമാരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറയും. പിന്നെ എന്റെ സ്നേഹിതൻ ദാസല്ലേ, ഓനോട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വിട്ടോളാൻ പറയും. അല്ല മനുഷ്യങ്ങൾ ഒരൊറ്റ ആളില്ലേ വരണേ? അത് സാധാരണ കോഴിക്കോട് വിമാനത്താവളത്തിലല്ലേ നിങ്ങൾ ഇറങ്ങാറ്? പിന്നെ ഇതിലിപ്പോ എല്ലായിടത്തേക്ക് ആളായിക്കണ്. എന്റെ സൂറാവി, ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ? നമ്മൾ എയർ ഇന്ത്യന്റെ വിമാനത്തിലാണ് വരുന്നത്. അതെവിടാണ് ഇറങ്ങാന്ന് പരച്ചോണം കൂടി അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മുൻകരുതലായിട്ട് പറഞ്ഞാണിത്. എയർ ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നമ്മള് തൊള്ളേ തോന്നിയ വല്ലതും പറഞ്ഞു. അപ്പോ ഈ ഒരു വക്കീലിനെയും കൂടി കൂട്ടിക്കോ, നമ്മളെ ജാമ്യത്തിൽ ഇറക്കാൻ.